ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആവിയിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാനും കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. മാങ്ങയെല്ലാം ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചൂട് കട്ടിയുള്ള നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ആദ്യമേ തന്നെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലപോലെ കഴുകി ഒരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ പരത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഉണക്കമുന്തിരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വീർത്ത് വരും. ഇപ്പോൾ ഇതാ ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നെയ്യൊക്കെ പാകത്തിനുണ്ട്. മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മളിതെല്ലാം കൂടെ കുഴയ്ക്കുമ്പോൾ ഉടഞ്ഞോളും. 1 മിനിറ്റ് മാത്രം ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ്, അതുകൊണ്ട് ഇതിനകത്ത് കല്ലും മണ്ണൊന്നും തീരെ കാണത്തില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ പൊടി ഇല്ല എങ്കിൽ 2 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അത് ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുത്താലും മതി. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ശർക്കരയൊക്കെ നല്ല പോലെ ഒന്ന് ഉരുക്കി വരണം. ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. തേങ്ങ ചിരവിയതൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയതിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇതാ ഇതോടെ കറക്റ്റ് പാകമായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വറുത്ത റവയാണ്. 3/4 കപ്പ് വറുത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കുക. ഇത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഇപ്പം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്തൊക്കെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഇതോടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുന്തിരിയും നട്ട്സും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വാട്ടിയെടുത്ത പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഭയങ്കര ഹാർഡായി പോവും. അതുകൊണ്ടാണ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ആവിവെള്ളം വീഴാതെ നോക്കണം. ഇനി ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് കുറച്ച് ഇല നമ്മൾക്ക് ഇതേപോലെ എടുത്ത് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇല വാട്ടി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവ മിക്സ് പാകത്തിന് ചൂടാറി വന്നു കാണും. നമ്മൾക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടേ ഇപ്പോഴുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാടൊന്നും കുഴയ്ക്കേണ്ട ആവശ്യം കാണത്തില്ല, കുറച്ച് നേരം മാത്രം ഒന്ന് കുഴച്ചെടുക്കുക. ഓൾറെഡി നമ്മൾ റവയൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കാണും. ഇപ്പോൾ അതോടെ കറക്റ്റ് പാകമായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഇതേപോലെ കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ വാട്ടിയെടുത്ത വാഴയിലക്കകത്ത് വെച്ച് ഒന്നുകിൽ അട പോലെ മടക്കിയെടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ മടക്കിയെടുക്കാം. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. വാഴയിലക്കകത്ത് ഇതേപോലെ നമ്മൾ മടക്കി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വറുത്ത നട്ട്സ് കുറച്ചും കൂടി ഇതിൻ്റെ പുറത്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ നിന്നും വാഴയില ഇതേപോലെ മടക്കുക. അതിനുശേഷം മറ്റേ സൈഡിൽ നിന്നും കൂടെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് തുറന്നൊന്നും പോകത്തില്ല, നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇതേപോലെ തന്നെ എല്ലാം ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾക്ക് ഒരു ട്രിപ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഞാനിതോടെ മടക്കിയെടുക്കുമ്പോൾ തന്നെ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പലഹാരം എല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുക.
മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതോടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒരേ ട്രിപ്പിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ വെന്ത് കിട്ടും. പിന്നെ റവയൊക്കെ നമ്മൾ നേരത്തെ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് വേവിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഒരെണ്ണം എടുത്തൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതോടെ കറക്റ്റ് ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. തുറക്കുമ്പോൾ തന്നെ മാങ്ങയുടെയും നമ്മളിട്ട് കൊടുത്ത ഏലക്കാപ്പൊടിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരത്തിന്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റവയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ ഇട്ട് കൊടുത്ത മാങ്ങ ഒരുപാട് പൊടിഞ്ഞു പോയിട്ടുമില്ല, അതേസമയം ഒരുപാട് കട്ടയായിട്ടും ഇരിക്കുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മാങ്ങ ധാരാളം കിട്ടുന്ന ഈ സമയത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്